SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി എനിക്കൊപ്പം തത്സമയം ചേരുന്നു ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ. ഗുഡ് മോർണിംഗ് ആദർശ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ആദർശ്, പതിറ്റാണ്ടിലെ തന്നെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിനാണ് ഇന്നലെ രാജ്യതലസ്ഥാനം സാക്ഷിയായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്രം കുറച്ചധികം സമ്മർദ്ദത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോഴും കേന്ദ്രമന്ത്രി പറയുന്നത് രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തെ എങ്ങനെയാണ് SFI വിലയിരുത്തുന്നത്? ഈ സമരം എത്ര കാലം ഇനി തുടരേണ്ടി വരും? ഡൽഹി കണ്ട ഏറ്റവും വലിയ സമര പ്രക്ഷോഭമായി കഴിഞ്ഞ ദിവസത്തെ സമരം മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. ആ സമരത്തെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വലുതായി ഒരു പോലീസിന്റെ നരനായാട്ട്, അതായത് സംഘപരിവാർ നിയന്ത്രിക്കുന്ന അമിത്ഷായുടെ കീഴിലുള്ള പോലീസിന്റെ നരനായാട്ട് അവിടെ കണ്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർത്ത നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സമരം അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സമര കേന്ദ്രം BJPക്കെതിരായിട്ടുള്ള ഒരു സമര കേന്ദ്രമായത് കേവലം നീറ്റിലേക്ക് മാത്രം ഒതുക്കേണ്ട കാര്യമില്ല. BJPയുടെ ജനവിരുദ്ധ, വിദ്യാർത്ഥി വിരുദ്ധ, യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരായ ഒരു സമര കേന്ദ്രമായി അത് മാറി. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ച മുദ്രാവാക്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതോടൊപ്പം തന്നെ SFI ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് 2017 മുതൽ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷയിൽ 89 പരീക്ഷാ പേപ്പറുകൾ ചോർന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കി. ആ നിലയിൽ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കി ഈ സിസ്റ്റത്തെ മാറ്റുക, അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകിയ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കുക. ഈ ലക്ഷ്യം നേടുന്നത് വരെ ശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ആദർശ്, ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന സമരം കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം, അത് കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പോലും ഞെട്ടിപ്പിച്ചതാണ്. അപ്പം ഈ വിഷയത്തിൽ തുടക്കം മുതൽ പ്രധാനമന്ത്രി എടുക്കുന്ന ഒരു സമീപനമുണ്ട്. അതായത് ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ BJP ഇവിടുത്തെ യുവാക്കൾക്കൊപ്പമാണ്, അതല്ലെങ്കിൽ ഈ രാജ്യത്തെ യുവാക്കൾ ഇങ്ങനെ പ്രതിഷേധിക്കേണ്ടവരല്ല, അവർ മറ്റു പല കാര്യങ്ങളും ചെയ്യേണ്ടവരാണ്. ഇന്നൊക്കെയാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് മിനിങ്ങാന്ന് വരെ, ഇന്നലയ്ക്ക് മുൻപ് പാർലമെന്റിന്റെ സെഷൻ ആരംഭിക്കുന്നതിന്റെ അന്ന് വരെ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ശരിക്കും പ്രധാനമന്ത്രിക്കൊക്കെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലേ ആദർശ്? തീർച്ചയായും ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പോ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ലക്ഷം വിദ്യാർത്ഥികളാണ്, 22.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ആ പരീക്ഷ എഴുതിയത്. നീറ്റ് പരീക്ഷ എഴുതിയതിന്റെ കണക്കിപ്പോ പുറത്തു വന്നു. ഏകദേശം 19 ലക്ഷത്തിൽ വരുന്ന കുട്ടികൾ മാത്രമാണ് ആ പരീക്ഷ എഴുതിയത്. അതിപ്പോ 2 പരീക്ഷകളിടയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളും നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളും തമ്മിൽ ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ പരീക്ഷ എഴുതിയില്ല, നീറ്റ് പുനർപരീക്ഷ എഴുതിയില്ല. അതായത് ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന്. അങ്ങനെ പരീക്ഷയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യത്ത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ തരുമെന്നാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചത്. ഇപ്പൊ 2 കോടി തൊഴിലവസരങ്ങൾ തരുന്നത് പോയിട്ട് പ്രതിവർഷം 2 കോടി ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിസന്ധി വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, യുവജനങ്ങൾക്കിടയിൽ വലിയ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും വലിയ നിലയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാവി അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. അതിലൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇപ്പോ വലിയ പ്രക്ഷോഭം രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ ഏകദേശം 22 വിദ്യാർത്ഥികളാണ് മരണത്തിലേക്ക്, ഈ പുനർപരീക്ഷ ഈ നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്തതിനു ശേഷം 22 വിദ്യാർത്ഥികളെയാണ് ആത്മഹത്യയിലേക്ക് ഈ BJP സർക്കാർ, ഈ നരേന്ദ്രമോദി, ഈ ധർമ്മേന്ദ്ര പ്രധാൻ തള്ളി നീക്കിയത്. അവരുടെ തെറ്റുകൊണ്ടല്ല. നാളെ ഒരു ഡോക്ടർ ആകേണ്ട, രാജ്യത്തിന് ദിശാബോധം നൽകേണ്ട ഒരു 22 വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കി. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ, അത് ആത്മഹത്യ എന്നുള്ളതല്ല, കൊലപാതകത്തിലേക്ക് അവർ കൊണ്ടുപോയി. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ, കൊലപാതകമാണ് അവിടെ നടന്നത്.
അതിലൊന്നും തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഉത്തരവാദിത്തം ഇല്ലാതെ ആ ഘട്ടത്തിൽ തന്നെ ഈ 22 വിദ്യാർത്ഥികൾ മരിച്ച ഘട്ടത്തിൽ തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ജന്മദിനാശംസകൾ നരേന്ദ്രമോദി നൽകുന്നത്. ഇത്രയും നില വിദ്യാർത്ഥികൾ മരണത്തിലേക്ക് തള്ളിവിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കിയതിനു ശേഷം ആ നിലയിൽ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇല്ല എന്ന് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. അത് വലിയ സാവധാനമാണ്. പക്ഷേ സമരം ഈ ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ച് 45 ദിവസത്തിന് ശേഷമെങ്കിലും ഈ സമരം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹം കാണിച്ചത്, ഇന്നലെയെങ്കിലും കാണിച്ചതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഈ രാജ്യത്തെ BJPക്ക് എതിരായിട്ടുള്ള സമരത്തിന്റെ ഉത്തരവാദിത്തം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി, ഈ രാജ്യത്തെ ജനങ്ങളാകമാനത്തിന് ഒറ്റക്കെട്ടായി ഏറ്റെടുത്തപ്പോൾ അതിന് ഒന്നാം ഘട്ടത്തിൽ കോൺഗ്രസ്, രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ഏത് നിലയിലാണ് ഈ ജന്തർ മന്ദറിൽ നടന്ന സമരത്തെ നോക്കി കണ്ടത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വന്നതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇത് നേരത്തെ ആകാമായിരുന്നു എന്നുള്ള വിമർശനം നിലപാട് വ്യക്തമാണ്. ആദർശ്, ഇപ്പം ഈ CJPയുടെ പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായ പോലീസ് നടപടിയിൽ രാജ്യത്ത് വ്യാപകമായി വിമർശനം ഉണ്ടാകുന്നതിനിടയിലാണ് ഇന്നലെ പ്രതിപക്ഷത്തിന് നേരെ പോലീസ് നടപടി ഉണ്ടാകുന്നത്. അതും വനിതാ പോലീസില്ലാതെ പ്രിയങ്ക ഗാന്ധിയെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുന്ന പോലീസിനെ നമ്മൾ കണ്ടു. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ തല്ലിപ്പരിക്കേൽപ്പിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. സമരം ചെയ്ത 10, 20, 21, 22 വയസ്സുള്ള കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്ന, അവരുടെ തലയടിച്ച് പൊട്ടിക്കുന്ന പോലീസ് നടപടി നമ്മൾ കണ്ടു. ഇതിനെയൊക്കെ ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ട് ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്രവും മറ്റൊരു വിഭാഗം ജനതയും ഒക്കെ. ഈ വിഷയത്തെ എങ്ങനെയാണ് SFI വിലയിരുത്തുന്നത്? ജന്തർ മന്ദറിൽ നടന്നത് ഒരു പോലീസ് നരനായാട്ടായിരുന്നു. സമാധാനപരമായി നിലയിൽ നടത്തിയ സമരത്തെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കൈക്കുഞ്ഞുമായി വരെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രായം ആയ മാതാപിതാക്കൾ വരെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ തല്ലി തകർക്കുകയാണ്, അടിച്ച് തകർക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പിന്നോട്ട് പോകാൻ, ഇപ്പോ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നടത്തിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഏതൊരു സമരത്തെ അടിച്ചമർത്തി, ഇത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ്, ആ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള സമരമാണ്. അതിനെ ഈ നിലയിൽ അടിച്ചൊതുക്കാൻ ആര് ശ്രമിച്ചാലും ശക്തമായിട്ടുള്ള പ്രതിരോധം രാജ്യത്തെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമെന്നുള്ളതാണ്. ഇപ്പോ ഏകദേശം 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ജന്തർ മന്ദറിൽ ഗുരുതരമായ പരിക്ക് പറ്റിയത് ഒരു വിദ്യാർത്ഥിനി, ആ കുട്ടി ഇപ്പോഴും ഗുരുതരമായ നിലയിൽ RML ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ആ പെൺകുട്ടി സസ്റ്റെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരായിട്ടുള്ള 40-ലധികം പേരെയാണ് വലിയ പരിക്കുകളായത്. നിരവധി പേരുടെ കൈ ഒടിയുന്ന സാഹചര്യം ഉണ്ടായി, കാല് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി, സാരമായി ലാത്തി ചാർജിൽ പരിക്കേൽക്കുന്ന സാഹചര്യം, SFIയുടെ സമരപന്തലിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞ് അവിടെ ലാത്തി ചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിച്ചവരെ ആ സമര കേന്ദ്രത്തിനേക്ക് അകത്ത് കടന്നു ചെന്ന് മർദ്ദിച്ചില്ലാതാക്കാൻ വേണ്ടി സമരം ലാത്തി ഉപയോഗിച്ച് അതോടൊപ്പം തന്നെ കണ്ണീർവാതകം ഉപയോഗിച്ച് ഓടിക്കാം, തല്ലി ചതച്ചത് ഓടിക്കാം എന്നവർ കരുതി. പക്ഷെ അതിലവർ പരാജയപ്പെട്ടു. ഈ സമരത്തിന്റെ ഒരു വിജയം എന്ന് തന്നെയാണ്. അവിടെ ഇതെല്ലാം സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചപ്പോഴും നിമിഷങ്ങൾക്കുള്ളിൽ 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ വീണ്ടും ആ സമര കേന്ദ്രത്തിൽ വന്നു. SFIയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സമരപ്പന്തൽ വീണ്ടും ആ തകർത്തയിടത് തന്നെ പുതിയ സമരപ്പന്തൽ വന്നു. അപ്പൊ ആ നിലയിൽ ഈ സമരത്തെ ജനങ്ങൾ ഭയക്കുന്നില്ല. ഏത് നിലയിൽ അടിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും ഹിറ്റ്ലറിന്റെ സ്വഭാവമാണ് ഇന്ന് അദ്ദേഹം, ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷാ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളെ, ആ എതിർ ശബ്ദം ഉയർത്തുന്നവരെ ഇല്ലാതാക്കാം, അടിച്ചൊതുക്കാം, ജയിലിൽ അടയ്ക്കാം എന്നാണ് കരുതുന്നത്. 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ വിഷയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നതിന് പിന്നാലെ ആദ്യം സമരം തുടങ്ങുന്നത് SFI ആണ്. SFIയുടെ പ്രതിഷേധം നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ അത് ഈ തരത്തിലേക്ക് മാറാൻ CJPയുടെ സമരം കൂടി വരേണ്ടി വന്നു. ശരിക്കും CJP ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ സമരമുറകളെ SFI എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് നീറ്റ് ചോദ്യ പരീക്ഷ പേപ്പർ, നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്ത ഘട്ടത്തിൽ, അതായത് മെയ് മാസം 12-ാം തീയതി, ആ ദിവസം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഇന്നത്തെ നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയെ റദ്ദാക്കുക, പിരിച്ചുവിടുക എന്നാവശ്യം വെച്ച്
12-ാം തീയതി ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിലേക്ക് MHRD മിനിസ്ട്രിയിലേക്ക് SFI മാർച്ച് നടത്തിയതാണ്. ആ സമരത്തെ ഏത് നിലയിലാണ് പോലീസ് കൈകാര്യം ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ്, വാർത്തകളെല്ലാം വന്നതാണ്. ആ ഘട്ടം മുതൽ ഇന്നിപ്പോ ഈ ഏകദേശം 800-ലധികം കേന്ദ്രങ്ങളിലാണ് SFIയുടെ നേതൃത്വത്തിൽ ഈ സമരം ഏറ്റെടുത്തത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്, അതായത് 24 സംസ്ഥാനങ്ങളിൽ ആ സമരം SFIക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 700-ലധികം വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തു, 16-ലധികം വിദ്യാർത്ഥികൾ ജയിലിലടയ്ക്കപ്പെട്ടു. അപ്പൊ ഈ സമരത്തെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ വലിപ്പം കാണിക്കാൻ വേണ്ടിയുള്ള എന്ന നിലയിലല്ല ഈ സമരത്തെ SFI കാണുന്നത്. ആ ഘട്ടത്തിൽ തന്നെ രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഇത് രാജ്യത്തെ നാളത്തെ ഭാവിയെ സംരക്ഷിക്കാനുള്ള സമരമാണ്. CJPയുടെ അതേ സമീപനമാണ്. ഈ ഒരു വിഷയം, നീറ്റ് വിഷയം, അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റ് ഏജൻസി എന്ന ആ വിഷയം, വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതമാക്കിയ വിഷയം, ഇത് രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളും ജനങ്ങളും ഒറ്റക്കെട്ടായി നടത്തേണ്ട സമരത്തെയാണ്. ആ നിലയിൽ തന്നെയാണ് CJP എന്ന മൂവ്മെന്റ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ CJPയുടെ നേതൃത്വം SFIയുടെ നേതൃത്വമായി ബന്ധപ്പെടുകയും ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. വിവിധ വിദ്യാർത്ഥി സംഘടന അതിനോടൊപ്പം ചേർന്നു. അപ്പൊ ആ നിലയിൽ ഈ സമരത്തെ കാണേണ്ടത് ഇത് രാജ്യത്തെ നാളത്തെ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നാളത്തെ ഇന്ത്യൻ ജനതയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. അത് ഒറ്റക്കെട്ടായി, അതിനകത്തൊരു രാഷ്ട്രീയ വ്യത്യാസമോ വിവിധ പ്രസ്ഥാനത്തിന്റെ വ്യത്യാസമോ കാണേണ്ടതില്ല എന്ന സമീപനം തന്നെയാണ് ആദ്യം മുതൽ തന്നെ SFI സ്വീകരിച്ചത്. വ്യക്തമാണ്, SFIയുടെ സമീപനം വ്യക്തമാണ്. ആദർശ്, ഒരു അവസാനമായിട്ടൊരു കാര്യം കൂടി. ഇപ്പം ഈ വിഷയത്തിൽ ദേശീയ മാധ്യമങ്ങൾ സമരങ്ങളോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്, എസ്പെഷ്യലി ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ. ഇന്നിപ്പോൾ രാവിലെ പോലും നമ്മൾ ഈ ജന്തർ മന്ദറിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ അവിടുത്തെ ലേഖകൻ ശരത്ലാലിനോട് ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശരത്ലാൽ പറയുന്നുണ്ടായിരുന്നു, ID ഊരി മാറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് രാജ്യത്തെ മാധ്യമങ്ങൾ, അതായത് ദേശീയ മാധ്യമങ്ങളെന്ന് നമ്മൾ വിലയിരുത്തുന്ന ആളുകൾക്ക് എത്തേണ്ടി വന്നു. ഈ ഒരു ഗതികേട് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ വരും തലമുറ എന്താണ് മനസ്സിലാക്കേണ്ടത് ആദർശ്? മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് എന്നാണ് നമ്മൾ എല്ലാവരും തന്നെ കരുതുന്നത്. ആ മാധ്യമത്തിന്റെ റോള് വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു പ്രതിപക്ഷത്തിന്റെ റോള് എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങൾ ചെയ്യാൻ, വസ്തുത ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷെ ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം നരേന്ദ്രമോദിയും സംഘപരിവാറും വിലക്കെടുത്തിരിക്കുകയാണ്. അത് കോർപ്പറേറ്റുകൾ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളായി, ഇത് ഗോദി മീഡിയയായി, നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നതിനുള്ള മീഡിയയായി ഇന്ന് മാധ്യമ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ചില ദേശീയ മാധ്യമങ്ങൾ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മാധ്യമങ്ങൾ എത്ര തിരസ്കരിച്ചാലും ഇന്നത്തെ നവമാധ്യമത്തിന്റെ എല്ലാ സാധ്യതയും ഈ പറഞ്ഞല്ലോ, ഒരുപാട് 100ഓളം വരുന്ന ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകൾ, യൂട്യൂബർമാരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. മലയാള മാധ്യമങ്ങൾ നല്ല നിലയിൽ തന്നെ ആ സമരത്തെ നോക്കിക്കാണുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായിരുന്നു. ആ സമരത്തിന് ഓരോ ഘട്ടത്തിലും ദേശീയ മാധ്യമങ്ങൾ തന്നെ തിരസ്കരിച്ച ഘട്ടത്തിൽ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷെ ഈ ഗോദി മീഡിയകൾ ഈ നിലയിൽ അവിടെ ക്രമീകരിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം അവിടെ സമരത്തിന് വന്ന അവർ തന്നെ ഉയർത്തി ഗോദി മീഡിയ ഏറ്റവും അവസാനം ഐഡന്റിറ്റി കാർഡ് മാറ്റിവെക്കേണ്ട സാഹചര്യം വന്നു. എന്നാൽ തന്നെ ആ മാധ്യമങ്ങളെ തുറന്നു കാട്ടാൻ ഈ സമരം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ജനങ്ങൾക്ക്, ഈ മാധ്യമങ്ങളെ വീക്ഷിക്കുന്ന ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഏത് നിലയിൽ സർക്കാരിന്റെ ഫണ്ട്, സംഘപരിവാറിന്റെ ഫണ്ട്, മോദിയുടെ ഫണ്ട് ഇതുമായി മാധ്യമങ്ങൾക്കുണ്ടെങ്കിലും ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും വസ്തുത, യാഥാർത്ഥ്യം, സത്യം പുറത്തു വരിക ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടതാണ്. ഓക്കെ ആദർശ്, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. ഒരു വലിയൊരു ആശയമാണ്, രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഓരോരുത്തരും അവിടെ ഈ ജനതയ്ക്ക് വേണ്ടി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ആ ആവശ്യങ്ങൾ എത്രയും വേഗം നിറവേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. താങ്ക് യു. ഓക്കെ ആദർശ്, ശരി.